ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഡിഷ് വാഷും അതേപോലെ വിനിഗറും വെള്ളവും കൂടെ കലക്കിയതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഷ് വാഷും അതുപോലെ വിനിഗറും വെള്ളവും കൂടെ കുറച്ച് കലക്കിയിട്ട് ഇതേപോലെ നമുക്ക് തുടക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ടും ഫ്രിഡ്ജ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വിനിഗർ ഒഴിക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഡിഷ് വാഷും വിനിഗറും അതേപോലെ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് മാത്രമായിട്ടൊന്ന് തുടച്ചതിന് ശേഷം നമുക്ക് പിന്നെ നല്ല തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഡോറിൻ്റെ സൈഡൊക്കെ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അതേപോലെ ഈ സൈഡ് ഡോറിൻ്റെ കരിമ്പനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിനിഗർ അവിടെ ഒഴിച്ചു കൊടുക്കുക. കാരണം ചിലപ്പോൾ ഹാർഡായിട്ടിരിക്കും, അഴുക്കെല്ലാം നല്ല കട്ടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് വിനിഗർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തുടച്ചാൽ മതി കേട്ടോ. ഡോറൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും, കരിമ്പം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിനകമൊക്കെ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറം മാത്രം ഒന്ന് തുടച്ചെടുത്താൽ മതി. എപ്പോഴും നല്ലോണം പെട്ടെന്ന് ഇതുപോലെ ക്ലീൻ ആക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തുടച്ചതിന് ശേഷം നമുക്ക് ഷീറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രിഡ്ജ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും, ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും കേട്ടോ. ഫ്രിഡ്ജ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ തുടച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രീസറിനകമൊക്കെ കണ്ടോ നല്ല വെട്ടി തിളങ്ങുന്നത് കണ്ടോ. അതിൻ്റെ അകത്ത് ആ ഒരു ഇറച്ചിയുടെയും മീൻ്റെയൊക്കെ സ്മെല്ല് പോയിട്ട് നല്ല രീതിയിലായിട്ട് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ കുടംപുളി പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ കുടംപുളി ഇതേപോലെ നമുക്ക് ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് പരലപ്പൊന്നിട്ട് കൊടുത്താൽ മതി. ഒരുപാട് വേണ്ട. നമ്മൾ സാധാരണ വാളംപുളിയിലുണ്ടല്ലോ, പിഴിപുളി, അതിനകത്ത് ഉപ്പിടുന്നതിനേക്കാളും ഒരു സ്വല്പം മാത്രം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ ടിന്നിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഈ കുടംപുളി ചീത്തയാകാതെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം ടിന്നിനകത്താക്കി സൂക്ഷിക്കുക ഉണ്ടോ. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു കാരണം പുളി ഇരുന്നിട്ട് കട്ടിയായിട്ട് ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പൊടിപ്പിച്ചതിന് ശേഷം കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വയ്ക്കുമ്പോഴത്തേനും ചീത്തയാകാറുണ്ട്. എന്നുവെച്ചാൽ ആ ഒരു പൊടി ഇരുന്നിട്ടത് ഒരു സ്മെല്ല് വ്യത്യാസമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എത്രമാത്രം പൊടിയുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ഒന്ന് തൂകി കൊടുത്താൽ മതി. അതുകൊണ്ട് ഇതേപോലെ 2-3 പഞ്ചസാര ഒന്ന് തൂകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചീത്തയാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേനത് ഒരു സ്മെല്ലും അതേപോലെ കട്ട പിടിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ആ പൊടി ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് പഞ്ചസാര തൂക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പയർ, അതേപോലെ വലിയ പയർ, അതാണ്ട് കടല, ഉഴുന്നുപരിപ്പ്, ഇതൊക്കെ നമ്മൾ ചീത്തയായി പോകാതിരിക്കാനായിട്ട് നമുക്കിതിനകത്ത് ബേ ലീഫ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടോ ഇതേപോലെ വയന ഇലയൊക്കെ ആണെങ്കിൽ അതാണ് മതി. നല്ലൊരു മണമുള്ള ഇല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള പക്കികൾ, അതേപോലെ ചെറിയ വണ്ട്, പ്രാണികൾ, പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണേലും അതിനകത്ത് ഒരു പ്രാണിയോ വണ്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കടലയൊക്കെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് അരി ഒന്ന് കഴുകി വെള്ളത്തിൽ ഇടണം, ആട്ടുന്നതിനാണേലും അതേപോലെ ചോറ് വെക്കുന്നതിനാണേലും. അപ്പോൾ അതിനകത്ത് ഇതേപോലെ വണ്ട് കയറാറുണ്ടല്ലേ. അപ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ മാറ്റി വെക്കുമ്പോഴത്തേനകത്ത് വണ്ട് കയറാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോകാനുള്ള ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മുറത്തിനകത്ത് എടുത്ത് വെച്ചതിന് ശേഷം ഒരു സ്വല്പം മുളക് പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇതേപോലെ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലാത്തിലും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ വണ്ടെല്ലാം മുകളിലോട്ട് കയറിപ്പോവും കേട്ടോ. അതേപോലെ നമ്മൾ മുറത്തിലാണ് വെക്കുന്നതെങ്കിൽ 4 ഭാഗത്തും അതിൻ്റെ അകത്തുണ്ടല്ലോ 4 ഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കയറി പറ്റും. അപ്പോൾ നമുക്ക് തുടച്ചിങ്ങനെ നീക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് എത്രമാത്രം അരി വേണോ അത് എടുത്ത് നമ്മൾ ഇതേപോലെ മുറത്തി വെച്ചിട്ട് മുളക് പൊടി ഇട്ടിട്ടൊന്ന് വിതറി ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ. നിമിഷ നേരം കൊണ്ട് എല്ലാ വണ്ടും മുകളിലോട്ട് കയറിപ്പോകും കണ്ടോ. അപ്പോൾ നമുക്കത് തുടച്ച് കളഞ്ഞ് വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കണ്ട വണ്ടുകളെല്ലാം അതിൻ്റെ ആ ഒരു എരിവടിച്ചിട്ട് എല്ലാം കൂടെ മുകളിലോട്ട് കയറുന്നുണ്ട്. അപ്പം മുളക് പൊടി ഇട്ടെന്നും പറഞ്ഞ് അരി ചീത്തയാവത്തില്ല. നമുക്ക് കഴുകിയെടുക്കുമ്പം തന്നെ മുളക് പൊടി പോവും, മനസ്സിലായി. അപ്പം
ഇതേപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ എടുക്കണ്ട തുടച്ച് മാറ്റിയാൽ മതി. കണ്ടോ വണ്ടെല്ലാം മുകളിലോട്ട് കയറുന്നുണ്ട്. ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെക്കാം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് അരി കൊണ്ട് ഇതുപോലെ വെയിലത്ത് വെക്കുകയാണെങ്കിൽ വണ്ടെല്ലാം പോയി കിട്ടും. അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് നേരം പുറത്ത് വെച്ച് കൊടുത്താൽ മതി, എല്ലാ വണ്ടും പോയിക്കോളും കേട്ടോ. ഇനി ഇതേപോലെ കണ്ടോ ഒരുപാട് വണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഇറങ്ങിയതാണ് കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതല്ല ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അരിയെല്ലാം ചീത്തയായി പോകും കേട്ടോ. പുഴുവൊക്കെ കയറിയിട്ട് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ അരി സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഇതാണ്. നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കുറച്ച് വിനെഗർ ഒരു മൂടിക്കകത്താക്കേൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അരിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ആ ഒരു സ്മെല്ലടിച്ചിട്ട് അരിയുടെ വണ്ടെല്ലാം പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറും കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും ഒന്നുകൂടെ നല്ലൊരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയത് മുളക് പൊടി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചാലും ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് വണ്ടുകളെല്ലാം മുകളിലോട്ട് കയറിക്കൊള്ളും. പറഞ്ഞ കണക്ക് വണ്ടെല്ലാം അതിനകത്ത് കിടന്നിട്ട് പിന്നീട് നമുക്ക് അരി എടുക്കാനേ പറ്റില്ല. കാരണം ആ അരിയെല്ലാം പുഴു കയറിയിട്ട് അരിയൊക്കെ കട്ട പിടിച്ച് നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അരിയൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ ആ വിനീഗർ ഇരിക്കുന്ന സ്മെല്ലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടെല്ലാം പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടിനെല്ലാം കളഞ്ഞു കിട്ടും കേട്ടോ. അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നോക്കിയിരിക്കുമ്പം തന്നെ ആ വണ്ടെല്ലാം ഉണ്ടോ ആ ഒരു സ്മെല്ലടിച്ചിട്ട് മുകളിലോട്ട് കയറുന്നുണ്ടോ. സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും എല്ലാം ചുറ്റുഭാഗത്തായിട്ട് കയറുന്നുണ്ടോ. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.